ഹലോ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് ഫോം വീഡിയോ ആയിട്ടാണ്. ഇതുപോലത്തെ ലോങ് ഫോം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് ഫോം വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിൽ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാക്സിമം ഞാൻ ഈ പോരായ്മകളൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, സോറി കേട്ടോ, കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കാരണം ഞാൻ ഔട്ട്ഡോർ ആയിട്ടാണ് ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നു. ഞാൻ അമ്മയുടെ അവിടെ വരുന്നതുകൊണ്ട് തന്നെ അത് ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഓർഡറിൽ തന്നെ നമുക്കതങ്ങ് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് എൻകഫീൻ്റെ ബോഡി വാഷാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ഇതിൽ പറയുന്നത് കോഫി ആൻഡ് കോക്കോ എക്സ്ട്രാക്ട്സ് ആണ് അവർ പറയുന്നത് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് ആൻഡ് കോഫി ഫ്ലേവറാണിത്. പിന്നെ നമുക്കിതിൽ പറയാൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാരബൻ ഫ്രീ ആണ് കേട്ടോ. പിന്നെ സ്കിൻ കെയറിലോട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ് കേട്ടോ. ഈ പാരബൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയുവാണ്. കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ് നമ്മൾ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അത് ഈ കേടുകൂടാതെ കുറേ നാൾ ഇരിക്കാനല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ് ഈ പാരബൻസ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ പാരബൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് സെറ്റഫലിന്റെ സ്കിൻ ക്ലെൻസർ ആണ് കേട്ടോ. അപ്പം ഞാനിത് മുൻപ് ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് ആക്നീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല എൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്, ഡ്രൈ സ്കിന്നും ആണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരുപാട് ഡ്രൈ ആയിരുന്നു. പിന്നെ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം തോന്നുന്നു കുറച്ചൊരു നോർമലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും സ്കിൻ കെയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്, നമ്മളന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പൗഡർ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ സ്കിന്നിന് ഡ്രൈ ആക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റഫലാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സെൻസിറ്റീവ് സ്കിൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഈ സെറ്റഫൽ എന്ന് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രോഡക്റ്റ് ആണ് ഇത്. സെൻസിറ്റീവ് മാത്രമല്ല, അത് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കും ഇത് വളരെ സ്യൂട്ടബിൾ ആണ് കേട്ടോ. അപ്പം ലൈറ്റിംഗ് ഇല്ല, നല്ല ലൈറ്റിംഗ് ഇല്ല, മഴയൊക്കെ ഒരുമാതിരി മഴക്കാറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഞാൻ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ടോണറാണ് കേട്ടോ. ഇത് ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റനിങ് ടോണറാണ്, സ്കിൻ ബ്രൈറ്റനിങ് ടോണറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം നല്ല റിവ്യൂസാണ് ഇതിന് പറയുന്നത്. നല്ലൊരു ബെറ്റർ റിസൾട്ട്സ് ഉണ്ടെന്ന് പറയുന്നു ബ്രൈറ്റനിങ്ങിന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടോണറൊന്ന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡേം ഡോക്കിൻ്റെ ടോണറാണ്. അതും നല്ല ടോണർ തന്നെയാണ്. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു 1 month ലേറ്റർ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പറയുന്നുണ്ടല്ലോ, അപ്പോൾ 1 month ലേറ്റർ ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ലോങ് ടേം റിവ്യൂ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ലോങ് ടേം യൂസർ റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതാണ്. ടോണർ വന്നിട്ട് ഇതും പാരബൻ ഫ്രീ ആണ് കേട്ടോ. പാരബൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ലൊരു ടോണറാണ്. ഒരുപാട് ബെറ്റർ റിസൾട്ട്സ് ആണ് എല്ലാവരും റിവ്യൂസിൽ പറയുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൺസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേം ഡോക്കിൻ്റെ 10% നീസമേൻ്റെ ഫേസ് സെറമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊരു 2 ബോട്ടിൽ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട്സ് ആണ് കിട്ടിയത്. ഇതിപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ആക്നീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ആക്നീസും ഇതെല്ലാം റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ നല്ല ഒരു പിമ്പിൾ വന്നിട്ട് അത് പോയപ്പോൾ നല്ലൊരു ഡാർക്കായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെഗുലർ ആയിട്ടുള്ളൊരു യൂസ് ഞാൻ ട്വൈസ് ഡേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു 1 month യൂസ് ചെയ്ത് ഞാൻ. അതിനുശേഷം എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ്. നല്ല രീതിയിൽ ഫെയ്ഡായി പോയി കേട്ടോ. അപ്പോൾ ഇത് ഒരു ബെറ്റർ റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് യൂസ് ചെയ്യാൻ നിർത്തി. പിന്നെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തപ്പോൾ വരുന്ന പാടുകൾ അത് നല്ല രീതിക്ക് പോകുന്നില്ല. ഞാൻ വിചാരിച്ചു വീണ്ടും റീഓർഡർ ചെയ്താണിത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെറ്റഫെലിന്റെ തന്നെ സ്കിൻ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്യുന്നത്. എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് ഇതിന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് വേറെ കാര്യങ്ങളൊന്നും സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് മൈൽഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ലോഷനാണ് കേട്ടോ. അപ്പം ഞാനിതെന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ചൊരു എനിക്ക് ഇത് തേക്കുന്ന സമയത്ത് നല്ല മോയ്സ്ചറൈസിങ് ആണ് ഫേസ്, പക്ഷെ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ ഇത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും ഒരുപോലെ സ്യൂട്ടബിൾ ആണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണിത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ സിസയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 PA++++ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് പറയുന്നത് ഒരു ബ്രൈറ്റനിങ് ഗ്ലോ തരുന്നാണ് പറയുന്നത് കേട്ടോ. ഈ ബ്രൈറ്റനിങ് ഗ്ലോ തരണമെങ്കിൽ അതിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് വേണമല്ലോ അല്ലെ. നിയസിനമൈഡും ഹൈലൂറോണിക് ആസിഡും ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് ഗ്ലോ തരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ബ്രൈറ്റനിങ് ബോഡി ലോഷൻ ആണ് കേട്ടോ. ഗുഡ് വൈബ്സിന്റെ തന്നെയാണ്. ഞാൻ ഗുഡ് വൈബ്സിന്റെ പ്രോഡക്ട്സ് തന്നെയാണ് കുറച്ച് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ബ്രൈറ്റനിങ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ എന്നാണ് പറയുന്നത്. ഇതും പാരബൻ ഫ്രീ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കി. ഇതിന് നല്ല നല്ല റിവ്യൂസ് ആണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന പേഴ്സൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, കൈയുടെ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നല്ലൊരു ടാൻ ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് തൊട്ടേ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പണ്ടൊന്നും സ്കിൻ കെയർ ഇല്ല. അപ്പോൾ ഈ സ്പോർട്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ടാൻ ആവും. അപ്പം അങ്ങനെ എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് അത്യാവശ്യം ടാൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്ത് വന്ന് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നെ നല്ലപോലെ നോക്കുമ്പോഴും. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഈ സ്കിൻ ടോണ് മാറുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സ്കിൻ ബ്രൈറ്റനിങ് ബോഡി ലോഷൻ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഈ കളറ്, ഈ ടാനൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് ഒരു അപ്ഡേറ്റ്സ്, ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തതാണ്. ഓക്കെ, ടെക്സ്ചർ ഉണ്ടോ? എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവില്ല. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് വരും. അത് നമ്മൾ കുറച്ച് സമയം എടുത്തൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ആക്കി കൊടുക്കണം, നമ്മളൊന്ന് മസാജ് ചെയ്ത്. അത്രേ ഉള്ളൂ. എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായി കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ മോയ്സ്ചർ ആയിട്ട് ഇരിക്കും. നേരത്തെ എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരുന്നല്ലേ, ഇപ്പോൾ നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. 1 month ലേറ്റർ ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.